മോർണിംഗ് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. കൂടുതലായിട്ടും ഇപ്പോൾ എക്സാം അടുക്കാറായി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ വിചാരിച്ചു കൂടുതലായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എക്സാമിന് 95 കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ കുറേ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കുക, പഠിക്കുക. ഗുഡ് ലക്ക്. ഓക്കെ, നമുക്ക് തുടങ്ങാം. The volume of a solid right circular cone is 4928 centimeter square. If its height is 24 centimeter, find the radius of the cone. ഇതാണ് കോണ്, ഇത് ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക. എപ്പോഴും ഒരു ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആൻസർ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല ഇത് ഇപ്പോൾ വോളിയത്തിൻ്റെ തന്നെയല്ല, എന്തിൻ്റെ ആണെങ്കിലും സർഫസ് ഏരിയ ആയിക്കോട്ടെ, എന്തിൻ്റെ ആണെങ്കിലും ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമുല എഴുതുക, ഈക്വൽ ടു തന്നിരിക്കുന്ന ആൻസർ. ഇപ്പോൾ ഇവിടെ അതിനു മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതാം. വോളിയം ഈസ് ഈക്വൽ ടു സെൻറ്റിമീറ്റർ സ്ക്വയർ, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതൊക്കെ എടുത്തെഴുതണം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ മാർക്കുണ്ട്. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫോർമുല എഴുതുക. വോളിയത്തിൻ്റെ ഫോർമുല എന്നാണ്? 1/3 പൈ ആർ സ്ക്വയർഡ് h is equal to വാല്യൂ തന്നിട്ടുണ്ട് അതിൻ്റെ 4928. ഇനി നമുക്ക് ഈ ഇക്വേഷനിലോട്ട് തന്നിരിക്കുന്നതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 1/3 ഇൻറ്റു പൈയുടെ വില അവിടെ കിടക്കട്ടെ കൊടുക്കാം, ഇൻറ്റു ആർ സ്ക്വയർഡ് ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ 24 is equal to 4928. ഇവിടെ 3യും 24ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 8. അപ്പം എത്ര വന്നു? 8 പൈ ആർ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 4928. നമുക്കിനി ആർ സ്ക്വയർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പൈയുടെ വാല്യൂ കൊടുക്കണം. നിങ്ങളിവിടെ പൈയുടെ വാല്യൂ പൈക്ക് രണ്ട് വാല്യൂ ഉണ്ട്, 22/7 ആൻഡ് 3.14. ഇവിടെ നമ്മൾ 3.14 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റു ഒക്കെ വരുമ്പോഴത്തേക്ക് പോയിന്റ് വരും. പിന്നെ അതൊരു പ്രശ്നമാണ്. അതിന് എളുപ്പം നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും പൈയുടെ വാല്യൂ 22/7 ഇവിടെ ആലോചിക്കേറ്റ് ചെയ്യാൻ പോവാണ്. 8 ഇൻറ്റു 22/7 ഇൻറ്റു ആർ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 4928. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇവരെ ഇവിടെ ഒറ്റയ്ക്കാക്കുക, ബാക്കി ഈ വാല്യൂസിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ആർ സ്ക്വയർഡ് എപ്പോഴും നമ്മളൊരു വാല്യൂവിനെ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആദ്യം അവിടെ കിടക്കുന്നവരെ ആദ്യം എഴുതുക, കാരണം അവർക്കാണ് വില കൂടുതൽ. അപ്പോൾ ഇത് ഞാൻ ആദ്യം എഴുതുവാണ് 4928. ഇനി ഇവരെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇനി 8 ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഇൻറ്റു ചെയ്യുമായിരുന്നു. അപ്പോൾ 8 ഇപ്പുറത്ത് വരുമ്പോൾ എന്നായിട്ട് മാറും? എവിടെ വരും? ഡിവൈഡഡിലായി മാറും. ഓക്കെ, ഇനി ഇവിടെ 22/7 ഇവിടെ ഇൻറ്റു ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ ഓർക്കുക 22/7 ഇതൊരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇത് നമ്മുടെ ഇസിക്കലിന് അപ്പുറത്ത് പോകുമ്പോൾ ഇത് നേരെ തലതിരിയും. അതെങ്ങനെയാണ്? ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകും. അപ്പോൾ ഇവിടെ 7 എവിടെ വരും? 7 മേളിൽ പോകും, 22 എവിടെ വരും? 22 ഇവിടെ താഴെ വരും. കൺഫ്യൂസ്ഡ് ആകില്ല കേട്ടോ, സിമ്പിൾ ആണ്. അതായത് ഇപ്പുറത്ത് വരുന്ന എല്ലാം അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇത് മാറുകയാണ്. ഇവിടെ 8 ഇവിടെ വന്നപ്പോൾ ഡിവൈഡ് താഴെയാണ് എഴുതുന്നത്. ഇവിടെ 22/7 ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? ഫ്രാക്ഷൻ നേരെ തിരിഞ്ഞു വന്നിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. ഇനി നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഇവിടെ ഇട്ട് തന്നെ ഇത് വെട്ടിപ്പടിക്കണം, കാരണം എല്ലാം ഇത് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്താൽ പാടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇതിനെ 2 കൊണ്ട് പറ്റുന്നതാണ്, ഇതിനെ 2 കൊണ്ട് പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണേ. ഈ 2 4, 8 2 2 4 2 8, 6 2 12, 4 2 8. അപ്പോൾ ഇവിടുത്തെ 8ആയിട്ടാണ് ഞാൻ ക്യൂറ്റ് ചെയ്ത്. ഇവിടെ എത്ര വന്ന ആൻസർ? 4. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും. ഓക്കെ, 4 2 2 2 4 3 2 6 2 4 ആണല്ലോ. ഇവിടെ 4നെ വെട്ടി 2 മേളിലൊന്ന് ക്യാൻസൽ ചെയ്താൽ താഴെ ക്യാൻസൽ ചെയ്യണം. ഇതിനെ ഇനി 2 കൊണ്ട് പറ്റും. 2 12 ഇവിടെ 1 ഇനി ഇവിടെ ഉണ്ടോ? ചെയ്യാനില്ല. എന്നൊക്കെ ഇതിന് പിന്നെ 2 കൊണ്ട് പറ്റും. ഇവിടെ നമുക്ക് 2 കൊണ്ട് പറ്റുന്ന ഒരു 22 കിടപ്പുണ്ട്. പിന്നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 3 2 6 2 16. ഇവിടെ ഇപ്പോൾ എത്ര കിട്ടി? 11. ഇനി ഇവിടെ എന്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 308നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഡിവൈഡ് ചെയ്താൽ കാണിക്കാം. 308 / 11. ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ട്? 2 അല്ലേ ഉള്ളൂ, 22. ബാക്കി എത്ര ഉണ്ട്? 8.
കണ്ടോ 11 ഇൻറ്റു 8 88 അല്ലേ. അപ്പോൾ 11 പൂർണ്ണമായിട്ടും വെട്ടിപ്പോയി. ഈ സ്ഥലത്ത് എന്നാ കിട്ടി 28. അപ്പോൾ ഇവിടെ മേളിൽ നമുക്കിനി ആൻസർ എന്നാക്കേ ഉള്ളൂ 28 ഇൻറ്റു 7. ന്യൂമറേറ്റർ വല്ലതും കിടപ്പുണ്ടോ? സോറി, ഡിനോമിനേറ്റർ വല്ലതും കിടപ്പുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ 28 ഇൻറ്റു 7 എത്ര വരും എന്നറിയാമോ? 196. ഇത് എന്തിൻ്റെ വിലയാണ്? R² വിലയാണ്. ഞാൻ നോക്കുവാണേ. R² വിലയാണ്. R² ഇസ് ഈക്വൽ ടു 196. ഇനി R ഇസ് ഈക്വൽ ടു എന്ത് കണ്ടുപിടിക്കണം? √196 എത്രയാണെന്നറിയാമോ? 14 ആണ്. 14 സെന്റിമീറ്റർ ആണ്. ഇത് നിങ്ങൾ മറന്നു പോയോ? എന്താണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ മറന്നു പോയെങ്കിൽ ഞാനിവിടെ ചെയ്ത് കാണിക്കാം. ബൈ ലോങ് ഡിവിഷൻ മെത്തേഡ്. ഏതൊക്കെ നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് വെച്ച് 2 വെച്ച് ആദ്യം 18 2 16. ഇതിനായിട്ട് കൊണ്ട് പറ്റുമല്ലോ. 4 2 8 18. ഇതിനേത് കൊണ്ട് പറ്റും? 3 കൊണ്ട് പറ്റുമോ? ഇല്ല. 9 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 13 ആണ്. 3യുടെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത 5 കൊണ്ട് പറ്റില്ല. അടുത്ത എന്തുകൊണ്ട് പറ്റും? 7 കൊണ്ട് പറ്റും അല്ലേ? 7 ഇൻറ്റു 7 ആണ്. 7 ഒരുപോലുള്ളവരെ പെയർ ചെയ്തു, വെളിയിലെടുത്തു. കണ്ടോ? 7 ഇൻറ്റു 2 14. അങ്ങനെ 14 സെന്റിമീറ്ററിന് കിട്ടി. സിമ്പിൾ ആയിട്ടുള്ളതാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര സിമ്പിൾ ആക്കരുത്. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 22/7. പിന്നെ ഇത് നിങ്ങൾ ഇതുപോലെ വെട്ടിപ്പടിക്കണം കേട്ടോ. സിമ്പിളാണ്. മേളിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉടനെ തന്നെ താഴെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. മേളിൽ 3 കൊണ്ടാണെങ്കിൽ താഴെ ഡിവൈഡ് ചെയ്ത് ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തു പോകാം. ഒത്തിരി വേറെ കാൽക്കുലേഷന് പോകുന്നതിനെക്കാട്ടി നന്നായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.